നമ്മൾ മറ്റൊരാളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കഷ്ടപ്പാട് തുടങ്ങി. നമ്മുടെ കഷ്ടപ്പാട് ആരംഭിക്കുന്ന അവിടെ മറ്റൊരാളെ പറഞ്ഞങ്ങോട്ട് ഷാഫിനെ ഞാൻ പറഞ്ഞങ്ങോട്ട് മനസ്സിലാക്കി കൊടുക്കും. മനസ്സിലായോ? അവിടെയാണ് നമ്മുടെ ദുഃഖവും ദുരന്തവും. എന്താണ്? എന്നിൽ ഞാനായിട്ട് സൃഷ്ടിച്ചു വെച്ച ചില വ്യവസ്ഥകളെ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ ശ്രമിക്കാൻ എന്നിൽ ഞാനായിട്ട് സൃഷ്ടിച്ചു കൊണ്ടുവന്നത് ഞാനായിട്ട് സൃഷ്ടിച്ചു കൊണ്ടുവന്നത് മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കാൻ നോക്കിയാൽ അയാൾ അങ്ങനെ സൃഷ്ടിക്കാൻ തയ്യാറാണോ? അയാൾ അങ്ങനെ സൃഷ്ടിക്കാൻ തയ്യാറല്ല. അയാൾ ബലം പിടിച്ചിരിക്കുക. കാരണം ഞാനോ ബലം പിടിച്ചിരിക്കുക. എൻ്റെ ബലം പിടുത്തം മറ്റൊരാൾക്ക് കൊടുക്കാൻ നോക്കിയാൽ ഇതാണ് ശരി എന്ന് പറഞ്ഞ് മറ്റൊരാളെ ബോധ്യപ്പെടുത്താൻ നോക്കിയാൽ ഇതിൻ്റെ ആവശ്യമില്ലാതെ നമ്മൾ ശരിയിലിരുന്നുകൊണ്ട് നമ്മൾ സംസാരിച്ചാൽ മതി. ആരെയും ശരിപ്പെടുത്താൻ നോക്കണ്ട, നമ്മൾ ആരെയും ബോധ്യപ്പെടുത്താൻ നോക്കണ്ട. നമ്മുടെ ബോധത്തിലിരുന്ന് നമ്മൾ സംസാരിച്ചാൽ ആ സംസാരത്തിന് എന്തുണ്ട്? ആ സംസാരത്തിന് ഒരു അനുഭവമുണ്ട്, അതിനൊരു തുടർച്ചയുണ്ട്. കാരണം ഇത് സൃഷ്ടിക്കുന്ന ആരാണ്? പ്രപഞ്ചത്തിൻ്റെ അനന്തതയിൽ നിന്ന് സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് മറ്റൊരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് നമ്മളൊന്നും സംസാരിക്കണ്ട. കാരണം വരുന്ന ഓരോ വ്യക്തിയും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. വരുന്ന ഓരോ വ്യക്തിയും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. അവരെ പൊളിക്കാനാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആദ്യം നമ്മൾ അവരെ കാണണം. കണ്ടു കഴിഞ്ഞാൽ അവർ നമ്മുടെ സൃഷ്ടിയായി. അപകടം മനസ്സിലാക്കണം. അവരെ നമ്മൾ കാണണ്ട, അവരവർ കണ്ടോളും. അവരെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അവരുടെ വിക്റ്റിമായി നമ്മൾ. പിന്നെ നമ്മൾ ചെയ്യുന്ന മുഴുവനും അവരുടെ സാന്നിധ്യത്തിനെ ഉറപ്പിച്ചുകൊണ്ടാണ്. മനസ്സിലായി? അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ അനന്തതയുമായിട്ടുള്ള ബന്ധം അവിടെ തകർന്ന് തരിപ്പണമായി. എന്നിട്ട് ഞാൻ പുതിയൊരു രൂപമായി. മനസ്സിലായി? നിങ്ങളോട് ഞാൻ അതല്ലേ പറഞ്ഞത്, നിങ്ങളെനിക്കറിയാം, സത്യമായിട്ടറിയാം നിങ്ങളാണൊരു ദുഷ്ടനാണെന്ന്, അല്ലേ? കാരണം ഞാൻ ദുഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടമാണ്. മനസ്സിലായോ? എല്ലാവരും ഇഷ്ടമാണ്. മനസ്സിലായി? ഒരാളോടും നമുക്ക് വെറുപ്പോ വിദ്വേഷമോ ഒന്നും വരത്തില്ല. കാരണം സൃഷ്ടി ഒന്നേ ഉള്ളൂ, ഒരുപോലെ സൃഷ്ടിക്കുന്നുള്ളൂ. ഒരുപോലെ സൃഷ്ടിക്കുന്നുള്ളൂ. എന്നെയും നിങ്ങളെയും പ്രപഞ്ചത്തെയും സർവ്വതിനെയും ഒരേപോലെ സൃഷ്ടിക്കുന്നുള്ളൂ. രണ്ടായിട്ട് മൂന്നായിട്ട് സൃഷ്ടിക്കത്തില്ല. സൃഷ്ടി ഒന്നായിട്ടേ സൃഷ്ടിക്കുന്നുള്ളൂ. അങ്ങനെ ഒന്നായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ വ്യവസ്ഥ തമ്മിൽ സഹകരിക്കുന്നതിന് എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ല. എവിടെയാ ബുദ്ധിമുട്ട്? അഹങ്കാരം വരുമ്പോൾ, ഞാൻ വേറിട്ട് സൃഷ്ടിയുടെ അകത്ത് ഞാൻ വേറിട്ട് സൃഷ്ടിക്കാൻ നോക്കുമ്പോൾ നിലനിൽക്കുവോ? നിലനിൽക്കത്തില്ല. ആശങ്ക, ആകുലത, വ്യാകുലത, എൻ്റെ സുഖം നഷ്ടപ്പെടുന്നു, ഞാൻ സൃഷ്ടിച്ചത് തകരാൻ പോകുന്നു, ഇതാ പോകുന്നു, ഇതാ വന്നു, ഇതാ പോയി. അത്രയേ ഉള്ളൂ.